I look at you and it's easy to see you are that someone I've been trying to meet. I got you. ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ പിറന്നാളാണ്. ഹാപ്പി ബർത്ത്ഡേ ടു മീ. എനിക്കങ്ങനെ 24 വയസ്സായിരിക്കുകയാണ്. നിങ്ങൾ 24 വയസ്സ് കംപ്ലീറ്റ് ആയി. ഓക്കെ, അതാണ് ഞാൻ ആക്ച്വലി ഇത് വ്ളോഗ് എടുക്കണോ വേണ്ടയോ എന്ന് ഇങ്ങനെ വിചാരിച്ചു. വ്ളോഗൊന്നും വേണ്ട എന്നുള്ളൊരു സാധനം. കാരണം വലിയ ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ പിന്നെ എന്തിനാ വെറുതെ വ്ളോഗ് എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ ഓർത്തു നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇത് ഒന്ന് എക്സ്പെക്റ്റ് ചെയ്യുമായിരിക്കും ഈ ഒരു ബർത്ത്ഡേ വ്ളോഗ് എന്ന്. അപ്പോൾ വ്ളോഗ് ഇല്ലേ ചേച്ചി എന്ന് വെച്ചാൽ ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയാൻ എനിക്കൊരു സങ്കടം. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളെ വീട്ടിൽ എന്താണോ നടക്കുന്നത് അതൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് ഓഫ് വ്ളോഗ് പോലെ ആക്കാം. എന്താണെങ്കിലും ഒരു കേക്ക് മുറിക്കും എന്നുള്ളത് എനിക്കറിയാം. അതിൽ സർപ്രൈസ് ആവാനൊന്നുമില്ല, അത് എല്ലാ വർഷവും മുറിക്കുന്നതാണ്. സോ ഈ വർഷം മുറിക്കുമായിരിക്കും. അപ്പോൾ അത് എന്താഘോഷമാണെങ്കിലും നമ്മളെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ ബർത്ത്ഡേക്ക് വേണ്ടി ഭയങ്കര സെലിബ്രേഷൻസ് ഒന്നും ചെയ്യാറില്ല. സാധാരണ അമ്പലത്തിലൊക്കെ പോകാറുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാത്ത പീരിയഡ്സ് ആയതുകൊണ്ട് എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് അതൊന്നും പോയിട്ടില്ല. അങ്ങനെയാണ് ഇന്നത്തെ ഒരു ഡേ ഇങ്ങനെ പോകുന്നത്. ഇപ്പം എൻ്റെ അനിയനും ഞാനും മാത്രമാണ് എൻ്റെ വീട്ടിലിപ്പോൾ ഉള്ളത്. അച്ഛനും അമ്മയ്ക്കും ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അവരതിന് പോയി. അമ്മ വേറെ ഫംഗ്ഷന് പോയി, അച്ഛൻ വേറെ ഫംഗ്ഷന് പോയി. അപ്പോൾ അങ്ങനെയാണ് പോയിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ എണീറ്റു, ജസ്റ്റ് ഒന്ന് ഫ്രഷനപ്പായി, കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടു. അതായത് എന്നെ കാണുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഉറക്കം തൂങ്ങിയിരിക്കുന്ന പോലെ. ഞാൻ ലേറ്റായി എണീക്കാൻ തന്നെ. എണീറ്റ് കുറച്ച് അധികം സമയം ഫോണിലൊക്കെ കളിച്ചിരുന്നു. അതായത് കുറേ ഹാപ്പി ബർത്ത്ഡേ എന്ന് വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവർക്കും വിഷ് ചെയ്തു. എല്ലാവർക്കും താങ്ക് യു പറഞ്ഞു. വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഇതിൽ കൂടെയും പറയുന്നു ഒരുപാട് ആൾക്കാർക്ക് താങ്ക് യു. പിന്നെ എനിക്കിങ്ങനെ മെസ്സേജസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ അറിയാത്ത കുറേ ആൾക്കാർ എനിക്ക് വിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ചേച്ചി വ്ളോഗൊക്കെ കണ്ടിട്ട് ചേച്ചീൻ്റെ വീട്ടിലത്തെ ഒരാളെ പോലെ ഇപ്പോൾ തോന്നണേ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ കേട്ടോ. അപ്പം വിഷ് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു. ഇപ്പോൾ രാവിലെ ആയിട്ടുള്ളൂ, ഇനി വൈകുന്നേരം വരെ എല്ലാവർക്കും സമയമുണ്ട്. വിഷ് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, ഞാനും എൻ്റെ അനിയനുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്നേക്കാണ്. ഇന്നലെയാണ് വന്നത്. അവന് ചെറിയൊരു ആക്സിഡൻ്റ് ആയിട്ട്, കാര്യമായിട്ടൊന്നുമില്ല, പക്ഷേ ബൈക്കിൽ നിന്ന് താഴെ വീണു പോയി, കണ്ടത്തിൽ വീണ് പോയിട്ട് കയ്യിലെന്തോ ഇങ്ങനെ കുത്തിത്തറച്ചിട്ട് മുറിയായി. 4 സ്റ്റിച്ചുണ്ട്. അപ്പോൾ ആക്ച്വലി ഞാൻ ഇന്ന് ഒരു പിറന്നാളുടെ പകുതി കണ്ണൂരും ഉച്ചയ്ക്ക് ശേഷം മലപ്പുറത്ത് ഇങ്ങോട്ട് വന്ന് ഇവിടെ ആഘോഷിക്കണം എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് കേട്ടപ്പോൾ എനിക്ക് എന്തോ മനസ്സിനൊരു അസ്കിത, സ്നേഹമൊന്നല്ല നല്ല ഒരു അസ്കിത. അവനിങ്ങനെ ആയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേഗം എത്തണം എന്നൊരിത്. അപ്പം ഞാൻ ഇന്നലെ തന്നെ വെട്ടിങ് ഇടയ്ക്ക് എടുത്ത് പോന്നു. ഇവിടെ എത്തിയപ്പോൾ ആൾക്ക് ഒരു പ്രശ്നമില്ല. ആളിങ്ങനെ കൂളായിട്ട് നടക്കുന്നുണ്ട്. കൈ നല്ല വേനയുണ്ട്, സ്റ്റിച്ച് ഇട്ടതിൻ്റെ ഒരു ടി അടിച്ചതിൻ്റെ വേനയൊക്കെ ഉണ്ട്, അത്ര തന്നെ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് രാവിലെ അമ്മ നേരത്തെ പോയതുകൊണ്ട് തന്നെ അമ്മ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് നല്ല ഇഡ്ഡലി ഉണ്ട്, പിന്നെ സാമ്പാറുണ്ട്. ഇഡ്ഡലിയും സാമ്പാറുമാണ് ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? ഇതെന്താ ഇഡ്ഡലീൻ്റെ ഷേപ്പ് ഇങ്ങനെ? ഐ എം നോട്ട് എ സാമ്പാർ ഫാൻ. പക്ഷേ ഇത് അമ്മയ്ക്ക് പോകേണ്ടതുകൊണ്ട് അമ്മ എനിക്ക് തോന്നണത് ഉച്ചത്തേക്ക് ഈ സാമ്പാർ തന്നെയാണ്. അപ്പോൾ രാവിലെ ഈ സാമ്പാർ തന്നെയാണ്. അതുകൊണ്ട് സാമ്പാറാക്കി വെച്ചതായിരിക്കാം എന്ന് വിചാരിക്കാം. ഫുഡൊക്കെ കഴിച്ച് ഇനിയും കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് എനിക്ക് കുക്കിംഗ് പരിപാടികളൊന്നുമില്ല. എല്ലാം റെഡിയാക്കിയിട്ടാണ് പോയിട്ടുള്ളത്. ഒരു ചിക്കൻ ഫ്രൈ ആക്കാനുണ്ട്. അതെന്നെ പറഞ്ഞ് ഏൽപ്പിച്ചായിരുന്നു. ചിക്കൻ ഉണ്ട്, മസാലയൊക്കെ തേച്ച് വെച്ച് ഒന്ന് ഫ്രൈ ആക്കണേ, എന്നാൽ നിങ്ങൾക്ക് ചൂടോടെ കഴിക്കാമല്ലോ ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞിട്ട്. അത് മാത്രമാണ് എൻ്റെ ഒരു പണി. എന്താണ് വിഭവങ്ങളെന്നൊന്നും എനിക്കറിയില്ല. നമുക്കങ്ങനെ എന്താ അറിയില്ല കേട്ടോ. ഇപ്രാവശ്യം പണ്ട് ഓരോ വയസ്സ് കൂടുന്തോറും നമുക്കിങ്ങനെ ബർത്ത്ഡേൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ കുറഞ്ഞ് വരുമോ എന്ന് തോന്നുന്നത്. ഇന്നലെയൊക്കെ ഞാൻ വെറുതെ തേരപ്പാര നടക്കുമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ രാത്രിയൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. അയ്യോ 12 മണിക്ക് എന്നെ വിഷ് ചെയ്യാൻ പോകുന്നേ, അങ്ങനത്തെ സാധനം. ഇപ്പം അതൊന്നുമില്ല. എന്നെ അപ്പോൾ വിളിച്ച് വിഷ് ചെയ്തു. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവളെ വിഷ് ചെയ്തു. പിന്നെ കുറച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഏതൊക്കെയോ പിള്ളേർ മെസ്സേജ് അയച്ചു. അങ്ങനെ കുറച്ച് ആൾക്കാരാണ് എനിക്ക് മെസ്സേജ് അയച്ചു. പിന്നെ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. എനിക്ക് അങ്ങനത്തെ ഒരു സംഭവമില്ല. എന്നിട്ട് പിന്നെ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ ഒരുപാട് വിഷസ് ഉണ്ടായിരുന്നു. എല്ലാവരും സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. മറ്റേ ഇതിൽ പറഞ്ഞ പോലെ എല്ലാവരും സ്റ്റാറ്റസ് ഇടണം, സ്റ്റോറി ഇടണം. അങ്ങനെ ഈ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു വെച്ചാൽ ഈ ബർത്ത്ഡേൻ്റെ കുറച്ച് ദിവസം മുന്നേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അന്നത്തെ നല്ലൊരു ഫോട്ടോ കൊണ്ടേ പോസ്റ്റ് ചെയ്യും. കാരണം ആ ലാസ്റ്റുള്ള ഫോട്ടോ ആണ് എല്ലാവരും സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇടുക. അപ്പോൾ പൊട്ടത്തീനെ പോലെയുള്ള സാധനം വേണ്ടല്ലോ വെച്ചിട്ട് ഞാൻ എൻ്റെ അത്യാവശ്യം ഇഷ്ടപ്പെട്ടൊരു സാധനം കൊണ്ടേ പോസ്റ്റ് ചെയ്യുമായിരുന്നു. ഇപ്രാവശ്യം അതുപോലും ചെയ്തിട്ടില്ല. എന്നോടിപ്പോൾ എൻ്റെ കസിൻസൊക്കെ എന്നോട് കംപ്ലൈൻറ്റ് പറയുന്നത്, എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട്, നിൻ്റെ സിംഗിളായിട്ടൊരു ഫോട്ടോ പോലും ഇല്ല അഞ്ചു, അങ്ങനെയാണ് പറയുന്നത്.
ശരിയാണ്. എനിക്ക് എൻ്റെ ഇൻസ്റ്റാ ഫീഡ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവമേ ഞാൻ ഒറ്റയ്ക്കൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് കൊല്ലം കുറേ ആയല്ലോ. അങ്ങനെ ഒരു സാധനം, അങ്ങനത്തെ ഒരു വൈബില്ല ഇപ്പോൾ. ഐ ഡോണ്ട് നോ വൈ. ഞാൻ നിങ്ങളോടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് കേട്ടോ, വെറുതെ ഇരുന്ന് സംസാരിക്കുന്നത്. എനിക്ക് ആരുമില്ല ഇവിടെ സംസാരിക്കും. അപ്പോൾ ഞാൻ ഓക്കെ, ഇനി കുറച്ച് നേരം ഞാൻ അപ്പൂനെ പോയി വിളിച്ച് ശല്യം ചെയ്തിട്ട് വരാം. എന്നിട്ട് കുറച്ച് നേരം TV കണ്ടിട്ട് എനിക്ക് കുറച്ച് നേരം ഇരുന്ന് പ്രിപ്പയർ ചെയ്യാം. ഞാൻ എന്തെങ്കിലും ബിറ്റ്സൊക്കെ നിങ്ങൾക്ക് കുറച്ച് കാണിച്ചു തരാം. ബിക്കോസ് ഈ വ്ളോഗിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ അല്ലേ. ഓക്കെ ബൈ. ഹേ ഗൈസ്, അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ പരിപാടി എന്താണെന്നറിയോ, ഇതെൻ്റെ അമ്മേൻ്റെ പലഹാരപ്പെട്ടി കേട്ടോ. വേറെ എവിടെയെങ്കിലുമൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ഇപ്പം പിന്നെ ഒളിപ്പിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പണ്ടൊക്കെ അമ്മ ഒളിപ്പിച്ച് വെക്കുമായിരുന്നു. ഞങ്ങൾ ഒറ്റ ഇരിപ്പിന് തന്നെ തിന്ന് തീർക്കുന്നതിന് ആരെങ്കിലും വന്നാലൊക്കെ കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കും എവിടെയെങ്കിലും. എന്നിട്ട് ബാക്കി നമ്മൾ തീർക്കും. എന്നിട്ട് പിന്നെ ഇങ്ങനെ മേടിക്കും. പക്ഷേ സ്റ്റോക്ക് ചെയ്തത് കുറച്ച് കാലം അവിടെ ഉണ്ടാവും. അങ്ങനെ ഇപ്പം പിന്നെ അങ്ങനെയില്ല. അമ്മ കഴിച്ചോ എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും ഇപ്പോൾ വലിയൊരു താല്പര്യമൊന്നുമില്ല. ബേക്കറി ആണെങ്കിലും ഒന്നും. ഞാനിവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു സാധനം എന്താ, ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കിവിടെ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ട് കേട്ടോ. ഫുള്ള് സാധനങ്ങളും തുറന്നു നോക്കും. അമ്മേൻ്റെ പെട്ടികളൊക്കെ തുറന്നു നോക്കി ഞാൻ പറയും, എന്താ ഇതെപ്പാ വാങ്ങിയേ അങ്ങനെ പറഞ്ഞിട്ട്. എന്നിട്ട് എനിക്ക് വേണ്ടതല്ല ഞാൻ കൊണ്ടുപോകും. അത് കല്യാണം കഴിഞ്ഞപ്പോൾ വന്നൊരു സ്വഭാവമാണ് എനിക്ക്. എല്ലാം പെറുക്കി കൊണ്ടുപോകും എനിക്ക് വേണ്ടതൊക്കെ. പക്ഷെ ഞാനും ഓരോന്നൊക്കെ കൊണ്ട് കൊടുക്കും. പക്ഷെ എന്നാലും ഇങ്ങനെ അല്ലറ ചില്ലറ ആൽക്കോളിൻ്റെ സാധനങ്ങൾ ഞാൻ ഇങ്ങനെ കൊണ്ടുപോകും. ഇപ്പം അമ്മ എന്തെങ്കിലുമൊക്കെ മേക്കപ്പിൻ്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ വല്ല ബ്രഷോ, അമ്മയ്ക്ക് എവിടുന്നായി കറക്റ്റായിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിൽ റിവ്യൂ പറയുന്ന പല സാധനങ്ങളും ഇങ്ങനെ ഞാൻ അമ്മേൻ്റെ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്തു തരാം. അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഇത് കൊള്ളാലോ സംഭവം എന്നുള്ളൊരു ഓരോ സാധനങ്ങളില്ലേ, അങ്ങനത്തെ അമ്മ കണ്ടുപിടിക്കും. ഇവിടുന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ആമസോണോ മീഷോയോ അങ്ങനെ എങ്ങനെയെങ്കിലും അമ്മ കണ്ടുപിടിക്കും. ഇവിടെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അങ്ങനത്തെ എനിക്കിഷ്ടപ്പെട്ട 2-3 സാധനങ്ങൾ ഞാൻ മാൾട്ടി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഡിറ്റക്റ്റീവാണ് അമ്മ. അപ്പോൾ ആ കണ്ടുപിടിച്ചതിന്ന് പകുതിയാളെ മിസ്സിങ് ആവും. അപ്പം അമ്മ പറയും, തുടങ്ങി ഇനി ഇവിടെ വരുമ്പോഴത്തേനും മറ്റേ ബിന്ദു പണിക്കര പോലെയാണ് ഞാൻ എന്ന് പറയും. ഒരു സിനിമയിലില്ലേ ഏതോ CID മൂസയിലൊക്കെ, അയ്യോ എൻ്റെ മിക്സി എൻ്റെ ഗ്രൈൻഡർ എന്ന് പറഞ്ഞിട്ട് അതുപോലെയാണ് ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ. പക്ഷേ എന്ത് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതും തിന്നുകൊണ്ട് കുറച്ച് സമയം TV കാണാം. അങ്ങനെ ഞാൻ സക്സസ്ഫുള്ളി ഉച്ച വരെ എത്തിച്ചിരിക്കുകയാണ്. എൻ്റെ ദിവസം വെറുതെ ഇരുന്ന്. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ. ഞാൻ എന്താ ഫുഡിനെ നോക്കിയിട്ടില്ല. അയ്യോ നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ പരിപാടിയൊക്കെ ചെയ്യാം. കമോൺ. കരിവേപ്പില എടുക്കാം കേട്ടോ ഫ്രിഡ്ജിൽ. ഇതാണ് ഗൈസ് ടിപ്പിക്കൽ മലയാളി ഫ്രിഡ്ജ് പോലെ. ഇതാണ് എൻ്റെ അമ്മയുടെ ഓർഗനൈസേഷൻസ് കേട്ടോ. കുറച്ച് ഓർഗനൈസ് ചെയ്ത് വെക്കും അമ്മ. ഇതെന്തോ കറിക്കുള്ള എന്തോ അരിഞ്ഞു വെച്ചതാണ്. ഇതെന്തോ ചക്ക വൃത്തിയാക്കി വെച്ചേക്കാണ്. ഇത് മുളക്, മറ്റേ തക്കാളി, ഇതിനകത്ത് വല്ല ഇലകളൊക്കെ ആയിരിക്കും. പച്ചമുളക്, തേങ്ങ ചിരണ്ടി വെക്കും. അമ്മ ഫുൾ ഈസി വേയിൽ കാര്യങ്ങൾ തീർക്കുന്ന ആളാണ്. അത് ഞാൻ ഭാവിയിൽ ഉപയോഗിക്കാൻ പോകുന്ന ഒരു ട്രിക്കായിരിക്കും. ഗൈസ്, ഇതാണ് എൻ്റെ വിഭവ സമൃദ്ധമായ ലഞ്ച്. ഉച്ചത്തേക്ക് ചോറുണ്ട്. ചോറ് കുറച്ച് ക്വാണ്ടിറ്റിയാണ്. കറികളാണ് ഈ പ്ലേറ്റ് നിറച്ച് കേട്ടോ. ചോറുണ്ട്, സാമ്പാറുണ്ട്. ഇത് ഇന്നലത്തെ കുറച്ച് ചിക്കൻ റോസ്റ്റിൻ്റെ ബാക്കി കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റ് കറിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറിയാണ്. മത്തനും പയറും ഇട്ടിട്ട് ഇങ്ങനെ കറി വെക്കുന്നത്. പയർ ഇൻ ദ സെൻസ് ഈ മറ്റേ പയർ കണ്ടില്ലേ. പിന്നെ ഇത് നല്ല ചക്കക്കുരു ആൻഡ് കൈപ്പയ്ക്ക ഉപ്പേരിയാണ്. പുളിയഞ്ചിയുടെ അച്ചാറുണ്ട്. ഒരു ചിക്കൻ ഫ്രൈ ഉണ്ട്. എനിക്കിങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണണം. ഞാൻ എപ്പോഴും അങ്ങനെ എന്തെങ്കിലും കണ്ടുകൊണ്ടാണ് കഴിക്കുക. നല്ല ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ അല്ല, നമ്മൾ ഒരുപാട് കഴിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഓൾറെഡി കുറച്ച് എടുക്കും. എനിക്ക് കറികളാണ് കുറേ വേണ്ടത്. ചോറത്ര ചോറൊന്നും ഞാൻ കഴിക്കില്ല. പക്ഷേ കോഴി മനുഷ്യരെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഞാൻ ഈ ജങ്ക് ഫുഡും അതുപോലെ സ്വീറ്റ് ക്രേവിങ്സ് ഭയങ്കര കൂടുതലാണ്. അതാണ് ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് വണ്ണം വെച്ചത്. പിന്നെ എനിക്ക് അലർജീൻ്റെ മെഡിസിൻ കഴിക്കുന്നതുകൊണ്ട് അതിൻ്റെ സൈഡ് എഫക്ട്സ് തള്ള സമ്മതിക്കില്ല എന്ന് പറഞ്ഞ പോലെയാണല്ലോ ഈ കോഴി. കോഴി എന്തിനോ വെറുതെ കരയുന്നു. ഓക്കെ, അപ്പോൾ ഫുഡ് കഴിക്കട്ടെ. ഞാനിപ്പോൾ പേളി മണി ചേച്ചിയുടെ വ്ളോഗ് കണ്ടോണ്ടാണ് ഇത്രയും നേരം ഇങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ആക്കിക്കൊണ്ടിരുന്നത്. ബാക്കിയും കൂടി കണ്ടിട്ട് വരാം കേട്ടോ. നിങ്ങളൊക്കെ കണ്ടിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ല ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന്, അതൊക്കെ അറ്റൻഡ് ചെയ്തു. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നു.
അപ്പോൾ എന്നെ രാവിലെ ഇവിടെ അനാഥയാക്കി പോയ ഒരാള് വന്നിട്ടുണ്ടായിരുന്നു. ആരുടെയോ പിറന്നാള്, അവരുടെ അല്ല, എൻ്റെ ഒരു ഏട്ടന്റെ കുട്ടീന്റെ പിറന്നാളായിരുന്നു. അതിന് വേണ്ടിട്ട് പോയതായിരുന്നു. ഇവിടെ സ്വന്തം പിറന്നാളുള്ള കുട്ടി ഉണ്ട്, മോളുടെ പിറന്നാളാണ്. എന്നിട്ട് ഈ പിറന്നാൾ കുട്ടീനെ ഇട്ടിട്ട് ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന ഒരു കുഞ്ഞു കുട്ടീന്റെ പിറന്നാൾ. ഈ പിറന്നാളുകൾ ഫുള്ള് റെഡിയാക്കി വെച്ച് പോയി. അതിലിവിടെ പ്രസക്തി ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് ചോറ് തിന്നു. എനിക്ക് തിരിച്ചു വരുമ്പോ എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു സഞ്ചി. നോക്കാം നമുക്ക്. ലെറ്റ്സ് അൺബോക്സ് ദി സഞ്ചി. ഓ, ഇതിനുള്ളിൽ വേറൊരു സഞ്ചി. ഓ, മിഠായിയാണ് ഗൈസ്, മിഠായി. എനിക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചോ. 2 5 സ്റ്റാർ ഉണ്ട്, താങ്ക് യു. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ വേഫർ റോൾസ്. വളരെ നന്ദി, വെരി എക്സ്പെൻസീവ്. പിന്നെ വേറൊരു സഞ്ചി. ഇതിന്റെ ഡ്രസ്സോ? വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ ക്ഷീണല്ലേ? ഡ്രസ്സോ? അത് ചുമ്മാ ഒരു ടോപ്പ്. നോക്കട്ടെ, എപ്പോഴും പറയാറുള്ള സാധനം. ഓ, ഇറ്റ്സ് എ മെറ്റീരിയൽ ഗൈസ്. ഇത് എനിക്ക് ടോപ്പ് അടിക്കാനുള്ള തുണിയാണ്. ഇത് ഞാനിപ്പോൾ ഇന്ന് എനിക്ക് ഉടുക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ പണ്ടത്തെ ആൾക്കാരെ പോലെ അടിക്കാണ്ട് ഇടേണ്ടി വരും, പുതച്ച് നടക്കേണ്ടി വരും. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടു. എനിക്ക് ചേരുന്നുണ്ടോ ഗൈസ്? ബ്ലൗസ്, ഒരു ബ്ലൗസ് എടുത്തിട്ട് എനിക്ക് വേണം തയ്ച്ചു കണക്കില്ലാത്ത. ഇതാ ബ്ലൗസ് പീസും. എനിക്ക് സെറ്റ് സാരിക്ക് ബ്ലൗസ് ഇല്ല ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ചായിരുന്നു എനിക്കൊരു ബ്ലൗസ് പീസ് എടുക്കണമെന്ന്. അടിക്കാൻ സമയമില്ല, പക്ഷെ എന്നാലും ഇതാ ബ്ലൗസ് പീസ് ആൻഡ് ഒരു ടോപ്പ് പീസ്. താങ്ക് യു മമ്മി. അപ്പം നമുക്കിത് എടുത്ത് വയ്ക്കാം. എൻ്റെ ഈ ആദ്യം ഗിഫ്റ്റ് തന്നു അപ്പുക്കുട്ടൻ, ഇതിപ്പോൾ രണ്ടാമത്തെ ഗിഫ്റ്റാണ്. ആർക്കും ഒരു ഉഷാറൊന്നുമില്ല, അച്ഛനെ കണ്ടിട്ടില്ല. ഞാനിത് വരുമ്പോൾ ഒരു ഗിഫ്റ്റ് പ്രതീക്ഷിക്കാം. ഒന്ന് വേർന്നു കൊണ്ടില്ല തിന്നാൻ. സമൂസയുണ്ട്. വെരി വെരി ഗുഡ്. കാപ്പി ഉണ്ടാക്കുക. കാപ്പി ഉണ്ടാക്കിയിട്ട് നമുക്ക് സമൂസയും ചിക്കൻ സമൂസ. വളരെ സന്തോഷം. ഉച്ചക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു? ഉച്ചക്ക് ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ചോറ്, സാമ്പാറ്, മത്തനെലിശ്ശേരി. ഞാൻ കാണിച്ചു കൊടുത്തതായിരിക്കും. ഇതൊക്കെ എപ്പണീറ്റ് ഞാൻ ഉണ്ടാക്കി. സ്നേഹത്തിന് എന്നിട്ട് ഞാൻ പോയില്ലേ അണക്കൊക്കെ വിളമ്പി അണക്ക് വിളമ്പി കഴിക്കാൻ വെക്കാം. ആ കുട്ടിക്ക് വിളമ്പി കഴിക്കാൻ വെക്കാം. ഒന്നാം പിറന്നാൾ ഇതിനല്ല മറ്റേനോ? അല്ല, പിറന്നാളിന് പോയ കുട്ടി അതിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് പോണ്ടേ. കുഞ്ഞുമോള ഹാപ്പി ബർത്ത്ഡേ. എന്തായിരുന്നു? അലൈഡ അല്ല, ഇതൾ അലൈഡ. പീലി അതാണ്. ഹാപ്പി ബർത്ത്ഡേ, എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ. അവിടെ അന്നൊരു ചിലരൊക്കെ പറഞ്ഞത് സോനയുടെയും ബർത്ത്ഡേ അല്ലേ ഞങ്ങൾ അങ്ങോട്ട് വരാൻ. അതിന്റെ സ്റ്റാറ്റസ് കണ്ടവരൊക്കെ. ഈ സോന എന്ന് പറയുന്ന വേറെ ആളാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എനിക്ക് വേറെ കുറച്ച് അപരനാമങ്ങളുണ്ട്. എന്നെ സോനു, സോനുട്ടി, സോനു, സോന എന്നൊക്കെ എന്നെ വിളിക്കും. എന്റെ അമ്മയുടെ വീട്ടിൽ അങ്ങനെയാണ് എന്നെ വിളിക്കുക. അവിടെ ഞാൻ അഞ്ജു അല്ല ഗൈസ്, ഞാൻ ഇവിടെയാണ് അഞ്ജു. അവിടെ ഞാൻ കുറച്ച് ഹൈടെക്കാണ്. ഓക്കെ, അതിന്റെ സ്റ്റോറി എന്താണെന്നറിയോ? ഈ മറ്റേ സിനിമയല്ലേ, ഏതാ ഈ സോന സിനിമയുടെ നിറം സിനിമ. എന്നെ നിറവയറായിട്ട് പൂർണ്ണ ഗർഭിണി ഇപ്പൊ പ്രസവിക്കും എന്നുള്ളപ്പോ പോയതാത്ര എന്റെ അമ്മ. 9ാം മാസത്തിലോ, വെറുതെ എനിക്ക് ബുദ്ധിയില്ലാണ്ടായത് മറ്റേ റേഡിയേഷൻ അടിച്ചിട്ട് 9ാം മാസത്തിൽ എന്നെ വയറ്റിലിട്ടിട്ട് അമ്മ പോയി കണ്ട സിനിമയെ പോലും നിറം സിനിമ. അപ്പൊ അതില് സോന സോന എന്ന് വിളിച്ചെടുത്ത് എന്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായി. അമ്മയ്ക്ക് പെൺകുട്ടിയാണെങ്കിൽ സോനാന്ന് പേരിടണം. എന്നിട്ട് അമ്മ കുറെ പേരൊക്കെ കണ്ടുപിടിച്ചു. സോന, വൈഗ, പിന്നെന്താ വൃന്ദ നന്നായി. അങ്ങനത്തെ കുറെ പേര് കണ്ടുപിടിച്ചിട്ട് അച്ഛനെ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു. വേണ്ട, ഞാൻ ഈ പേരൊക്കെയാണ് മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത്, ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇടണം. ഇതൊക്കെ എനിക്കിഷ്ടം, ഏതാണെങ്കിലും പ്രശ്നമില്ല. വൃന്ദ, വൈഗ. എന്റെ വൃന്ദ, വൈഗ. പിന്നെ കുഴപ്പമില്ല, ഇപ്പൊ പിന്നെ കുറെ വൈഗകളായി. ഇവര് ഇങ്ങനത്തെ പേരുകളൊക്കെ ആക്കി വീട്ടില് സോന എന്ന് വിളിക്കും ചെയ്യാം, അല്ലെങ്കിൽ സോനുട്ടി എന്ന് വിളിക്കും എന്ന് പ്ലാൻ ഇട്ടിട്ട് പേരിടാൻ പോയി. പേരിടൽ ചടങ്ങിൽ അച്ഛനെ മടിയിലിരുത്തി അച്ഛനെ പേരിട്ട് അച്ഛൻ പേരിടാനിരുന്നു. അച്ഛൻ പേര് പറഞ്ഞു കൊടുത്തു. അച്ഛൻ അറിയില്ല ഇവരിങ്ങനെ പ്ലാനിങ് ഒക്കെ ചെയ്തത്. അച്ഛൻ പറഞ്ഞു കൊടുത്ത പേര് അച്ഛൻ ഇട്ടു. എന്നിട്ട് അച്ഛനോട് അമ്മ ചോദിച്ചു, എന്താ വിട്ടേ ഇതില് ഈ വൃന്ദയാണോ വൈകിയാണോ എന്ന് അറിയാനുള്ള കൺഫ്യൂഷൻ. അപ്പൊ അച്ഛൻ പറയാം അഞ്ജനാണ്. അതെനിക്ക് ഇപ്പൊ തോന്നിയ പേരാ, അപ്പൊ ഞാൻ ഇട്ടു. അങ്ങനെയാണ് കുട്ടികളെ എന്റെ പേര് അഞ്ജന. അതുവരെ നീ സോനയായിരുന്നു, അപ്പൊ ആ പേര് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോഴും അവിടെ ഉള്ളവർ നിന്റെ പേര് സോനയാണ്. ഇവിടെ ഉള്ളവര് മാറിപ്പോയി. ഇവിടെ അഞ്ജു എന്നാ വിളിക്കാം. എത്ര പേരുണ്ട്. അതാണ് എന്റെ, ഞാൻ കുറെ പേരുള്ള ഒരു സെലിബ്രിറ്റിയാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ എന്റെ ജനിച്ച ദിവസം തന്നെ എന്റെ പേരിന്റെ ഐതിഹ്യം കൂടെ ഞാൻ പറഞ്ഞു തന്നില്ല, എങ്ങനെയാണ് എനിക്ക് ഈ പേരിട്ടത്. എന്റെ അച്ഛൻ ഓൺ ദ സ്പോട്ട് ഇട്ട പേരാണത്. അച്ഛനോട് ഞാൻ ഇപ്പം ചോദിക്കും എന്തിനും എനിക്ക് ഈ പേരിട്ടു. എനിക്ക് ഇഷ്ടമല്ല ഗൈസ്, നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും. നിങ്ങൾക്കൊന്നും നിങ്ങളെ പേര് ഇഷ്ടമുണ്ടാവില്ലല്ലോ.
കുറെ ആൾക്കുണ്ടാവും സ്വന്തം പേര് ഇഷ്ടമല്ലാത്ത. എനിക്കിഷ്ടമല്ല എൻ്റെ പേര് അഞ്ചന. ഫാൻസിന്റെ ഒരു കാര്യം. പേര് മാറ്റാൻ പറ്റപ്പോഴേ പിന്നെ ഇനിയിപ്പോ ഈ തളയിട്ടല്ലേ പേര് മാറ്റും. 24 വയസ്സായി കഴിച്ചിരിക്കുന്നു. ആക്കണ്ട, ഇപ്പൊ കിട്ടും അവിടുന്ന്. ഇവരുടെ വിശ്വാസപ്രകാരം പിറന്നാളിന്റെ അന്ന് വയസ്സ് പറഞ്ഞ ആയുസ് കുറയുന്നതാണ്. അല്ലേലെ ഇപ്പത്തെ ആൾക്കാർ 90 വയസ്സ് വരെ മുതുക്കിയിട്ടൊന്നും ഇരിക്കില്ല, അതിന് തട്ടിപ്പോകും. അങ്ങനെ പ്രശ്നമില്ല. എനിക്ക് 24 വയസ്സായി. 24 എന്നൊക്കെ പറയുമ്പോ ഒരു സങ്കടമാണ്. കാലൊരു 35-ന്റെ മേലെ തുള്ളിച്ചാടില്ലേ? 24 വയസ്സ് ഞാൻ 2 തുള്ളിച്ചാടി. അതിന്റെ പ്രശ്നമല്ലല്ലോ. അമ്മക്ക് 24 വയസ്സിൽ ഞാനും എന്റെ അനിയനും ഉണ്ടെന്നാണ് പറയുന്നത്. അന്നത്തെ കാലം നിങ്ങളെ ചൈൽഡ് മാരേജ് അല്ലേ, ഞാൻ അങ്ങനെയല്ലല്ലോ. അപ്പൊ ഗൈസ് പിന്നെ കാണാം എന്തെങ്കിലുമൊക്കെ. ഇവര് ഒരു കേക്ക് പോലും വാങ്ങാനുള്ള എന്റെ ഭർത്താവിന് ഒരു ഇതില്ല, ഒരു കേക്കില്ല. സർപ്രൈസ് കേക്ക് ഉണ്ടെന്ന് വിചാരിച്ചാണ്. അതെല്ലാത്തിനുള്ളതാണ്. ആനിവേഴ്സറിക്ക് പിറന്നാളിനും വൈകുന്നേരത്തെ ഫുഡ് ഞങ്ങളുടെ ആനിവേഴ്സറിക്ക് ഞാൻ പോയി പുറത്ത്. അന്ന് ചെയ്യാറുന്നല്ലേ ഞങ്ങളുടെ ആനിവേഴ്സറി എന്തോ പ്രോഗ്രാം. അതെ, ഇതിലുണ്ടല്ലോ വ്ളോഗ്. ഇവര് ഒരു പരിപാടിക്ക് ഞാൻ ഇവിടെ ഇവരൊക്കെ കാണാൻ വരും. എന്നിട്ട് ഇവരെല്ലാരും ആദ്യമായിട്ട് അല്ല നിങ്ങളിപ്പം പോകും. നോക്കി ഇങ്ങനെ ഇരിക്കും. എല്ലാ ബർത്ത്ഡേ ഉണ്ടാവാറുണ്ട്. ഫുള്ള് വീഡിയോ ഉണ്ട് എൻ്റെ അടുത്ത്. മുന്നത്തേക്ക് ഒക്കെ ഞാൻ ഇടും. എല്ലാ ബർത്ത്ഡേസിലും അതായത് കേക്ക് മുറിക്കും. എല്ലാ വർഷവും കേക്ക് മുറിക്കും, പുറത്ത് പോയി ഫുഡും കഴിക്കും. അത് ഞങ്ങളൊരു ആചാരം. അതിപ്പോഴും ആചാരം. ഞങ്ങൾ ഈ തോരണങ്ങളൊന്നും കിട്ടുന്ന പരിപാടിയൊന്നുമില്ല. കേക്ക് ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ അടി നോക്കും. അത്രേ ഉള്ളൂ. വരും. അങ്ങനെ നമ്മുടെ വ്ളോഗ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ സമയം 9:30. എൻ്റെ പിറന്നാൾ തീരാനായി ഗൈസ്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഒരു അതിഥി വന്നിട്ടുണ്ട്. ഈ അതിഥീനെ എന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പണ്ട് മുതലേ ഫോളോ ചെയ്യുന്നവർക്കറിയാം. ഈ എൻ്റെ ബാല്യകാല സുഹൃത്താണ്. ഞാൻ ബാല്യകാല സുഹൃത്തിനെ കാണിച്ചു തരാം കേട്ടോ. ഹലോ ഗായ്സ്, ഇതാണ് ആ സുഹൃത്ത്. ഈ സുഹൃത്തിനെ അറിയുന്നവർ കമൻറ്റ് ബിലോ. ഞങ്ങളെ നാട്ടുകാർക്കൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. എൻ്റെ സ്കൂൾ മേറ്റ് ആണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് അല്ലേ. അപ്പം എൻ്റെ പിറന്നാളായിട്ട് എന്നെ നേരിട്ട് അനുമോദിക്കാൻ വന്നത്. നീ നല്ലതായി ഇരിക്കണ്ട, നിന്റെ തനി സ്വഭാവം അറിയുന്നവർക്കൊക്കെ മനസ്സിലാവും. ഇവിടെ അഭിനയിക്കുന്നതാണ് കുട്ടികളെ, ഇങ്ങനെയല്ല സ്വഭാവം. അതായത് തനി നിറം പുറത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റേക്കേഷൻസ് ഒക്കെ വെക്കാറുണ്ട് ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഈ വീട്ടിൽ. ഇപ്പം ഞാൻ കണ്ണൂരായതുകൊണ്ട് നമ്മൾ മീറ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഞാൻ വരുന്ന സമയത്താണ് കാണാറ്. അഭിനയിക്കണ്ട, ഇവള് നല്ല കുട്ടീനെ പോലെ അഭിനയിക്കുന്നതാ. അപ്പം ഇവള് പറഞ്ഞതാ. അപ്പം ഇന്ന് ഞങ്ങൾ രാത്രി മൊത്തം നാട്ടുകാരെ മൊത്തം കുറ്റം പറഞ്ഞ് നാളെ പോവും ഇവള്. ഓക്കെ, ഗിഫ്റ്റ് ഇതാ, ഗിഫ്റ്റ് എൻ്റെ ഗിഫ്റ്റ്. എനിക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ടാ വന്നത്. പിന്നെ എന്തായാലും മുതലായി. താങ്ക് യു. എൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ ഇത്. ഡ്രസ്സാണേ, ഞാൻ കണ്ടതാ ഓൾറെഡി. ഞാൻ എന്നിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുക്കാഞ്ഞതാ. ഇതാണ് ഡ്രസ്സ്. ഒരു ചുരിദാറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബിക്കോസ് പ്യുവർ കോട്ടൺ ആയിട്ടുള്ള സിമ്പിളായിട്ടൊരു ക്യൂട്ട് ചുരിദാർ. കുറച്ച് ഷേപ്പ് ആക്കാനുണ്ട്. ഷേപ്പ് ആക്കിയിട്ട് ഞാൻ ഫോട്ടോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓ മൈ ഗോഡ്, ഇത് മുതലായി. താങ്ക് യു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് കിൻഡർ ബ്യൂണോ. ഫോക്കസ് ആവുക. കിൻഡർ ബ്യൂണോ ഒക്കെ കാണിച്ചു കൊടുക്കണ്ടേ. ഇത് അവിടുന്ന് ഇവിടുന്ന് ഒന്നും വന്നതല്ല അല്ലേ, അത് UK-ന്ന് ഫ്ലൈറ്റും കയറി വന്ന മിഠായിയാണ് ഇത്. സോ കുറച്ച് ആൾക്ക് കുറച്ച് ബിൽഡപ്പ് ഒക്കെ കൊടുക്കാം. കിൻഡർ ബ്യൂണോ ഫാൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ഉണ്ടാവും, പക്ഷെ ഒടുക്കത്തെ വിലയാണ്ട് ആരും വാങ്ങി തിന്നാറില്ല എന്ന് മാത്രം. ഓക്കെ, പറ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനുള്ളത്? അമ്പാനും മറ്റേ എന്താ അയാളുടെ പേരെന്താ, രംഗണ്ണനും അമ്പാനും പോലെയാണ് ഞങ്ങള്. ഈ മറ്റേ ഇതിന് പറയില്ലേ എന്താ, അനാവശ്യമായി പ്രോത്സാഹിപ്പിച്ച് എന്നെ എല്ലാ ദുരന്തത്തിലും കൊണ്ട് ചാടിക്കുന്നതാണ് ഇവള്. അതെ എന്ത് കാര്യമായിക്കോട്ടെ, എത്ര മോശം കാര്യമായിക്കോട്ടെ നല്ല കാര്യമായിക്കോട്ടെ, ഇവക്ക് അറിയാത്ത ഒരു കാര്യം എൻ്റെ ലൈഫിൽ ഇതുവരെ നടന്നിട്ടില്ല. അതാണ് എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും, മാക്സിമം ഉപദേശിച്ച് എന്നെ മാറ്റുകയും ചെയ്യും. അങ്ങനെ ഒരാളാണ്. അപ്പോൾ ഇവിടെ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഞങ്ങൾ ചങ്കും പങ്കും ആണ്. വേറെ ഇപ്പോൾ ഒരാളും കൂടി ഉണ്ട്, പക്ഷെ ആൾക്ക് പറ്റിയിട്ടില്ല. വേറെ ടൂർ പോയിട്ടാണ്. ആള് സെലിബ്രിറ്റിയാണ്, ആള് ഇടയ്ക്കിടയ്ക്ക് ടൂറാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഓരോരുത്തരെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അതെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഓക്കെ, 24
അതാണ് എന്താ 2 മാസം മുന്നേ അയാളാണ് ഇരിക്കുന്നത്. അതെ, ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും 24-year-old കുട്ടികളാണ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ സമയം ഒരു 9:15 ആയിട്ടോ. നമ്മൾ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല, കേക്ക് മുറിച്ചിട്ടില്ല. കേക്ക് വന്നു കേട്ടോ, കേക്ക് ഞാൻ കണ്ടു. ഞാൻ കേക്കൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. നമുക്കിനി കേക്ക് മുറിക്കണം, ഫുഡ് കഴിക്കാൻ പുറത്ത് പോകണം. അച്ഛൻ വന്നിട്ടില്ല ഇതുവരെ, അച്ഛൻ പുറത്ത് പോയേക്കാണ്. അപ്പോൾ അച്ഛൻ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ പുറത്ത് പോയി ഫുഡ് കഴിക്കാം, കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കാം. പിന്നെ ഇന്ന് രാത്രി ഞങ്ങൾക്ക് മറ്റേ എന്താ പറയുക, ഉറക്കമില്ലാത്തതിന് എന്താ പറയാ, അതെ, ഇന്ന് രാത്രി പിന്നെ കുടുംബശ്രീയാണ്. സകലമാന നാട്ടിൽ കിടക്കുന്ന ആൾക്കാരെയും, ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്ന ആൾക്കാരെയും, യൂട്യൂബിൽ കിടക്കുന്ന ആൾക്കാരെയും, എനിക്കറിയാത്തവരെ ഇവക്കും അറിയില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഗോസിപ്പ് കിട്ടിയാൽ, മറ്റേ ഗോസിപ്പ് സ്റ്റേഷൻ എന്നൊക്കെ പറയില്ലേ, ഇവിടുന്ന് കിട്ടി അവിടെ പറഞ്ഞു, അവിടുന്ന് കിട്ടി ഇവിടെ പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും ഇങ്ങനെ ഒരു ദുരന്തം. അതുപോലത്തെ ദുരന്തമാണ്. അതെ, കുറെ ആൾക്കാർ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ വിചാരിക്കുമായിരിക്കും ഇവരിപ്പോഴും ഒപ്പോ എന്നുള്ളൊരു സാധനം. യെസ്, കുറേ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പോകും. നമുക്കറിയാലോ, ഇപ്പോൾ 10th, 12th, ഡിഗ്രിയും ഒക്കെ. ഞങ്ങൾ ഡിഗ്രി ഒന്നും ഒരു കോളേജിലല്ല പഠിച്ചത്. ഞങ്ങൾ ആക്ച്വലി +1, +2 മാത്രമാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അതാണ് ഇത്. പിന്നെ വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് പാട്ട് ഞാൻ പറഞ്ഞു തരട്ടെ. ഇവിടെ പേരെന്താണെന്ന് ചോദിക്കൂ. അഞ്ജന കെ. യെസ്, എൻ്റെ പേരെന്താണ് ചോദിക്കൂ. അഞ്ജന കെ. ഞങ്ങൾ അങ്ങനെയാണ് ഫ്രണ്ട്സ് ആവുന്നത്. ഞങ്ങൾ രണ്ടുപേരുടെയും പേര് അഞ്ജന എന്നാണ്. ഇനി ഞങ്ങൾക്ക് രണ്ടാക്കും ഒരു അനിയന്മാരാണ് ഉള്ളത്, രണ്ടാക്കും ബ്രദേഴ്സ്. അവർ രണ്ടുപേരും ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിലായിരുന്നു. അവരെ രണ്ടുപേരുടെ പേരും അക്ഷയ്ക്ക് ഒരു സെയിം നെയിമുള്ള ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടോ ആരെങ്കിലും? ഞങ്ങളുണ്ട്. അപ്പോൾ ഗൈസ് പിന്നെ കാണാം കേട്ടോ. ഇനി കേക്ക് മുറിക്കുമ്പോൾ കാണിച്ചു തരാം. ഹാപ്പി ബർത്ത്ഡേ പാടണേ. ഇവിടെ കല്യാണം കഴിഞ്ഞിട്ടില്ല കേട്ടോ, കല്യാണ ആലോചനകൾ സ്വീകരിക്കും. നമ്മൾ പുറത്ത് പോകട്ടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ഒരു ക്യൂട്ട് ഒരു ക്രോപ്പ് ടീഷർട്ടും ഒരു റിബ്ഡ് ജീൻസും ആണ് എൻ്റെ ഔട്ട്ഫിറ്റ്. രാത്രിയാണ്, രാത്രി 10 മണിയായി. ഇനി ഹോട്ടലിൽ പോയി വല്ലതും കിട്ടുമോ, അല്ലെങ്കിൽ വല്ല തട്ടുകടയിലും പോയി ഫുഡ് കഴിക്കേണ്ടി വരുമോ എന്നറിയില്ല. എവിടെയാണെങ്കിലും ഞാൻ ഹാപ്പി. നമുക്ക് എന്തായാലും പുറത്ത് പോയിട്ട് തന്നെ ഫുഡ് കഴിക്കണം, ബിക്കോസ് ഇവിടെ ഒന്നുമില്ല. അങ്ങനെ ഞാനും അമ്മയും അച്ഛനും ഇവളും കൂടിയാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ പോയത്. എൻ്റെ അനിയൻ വന്നില്ല, അവന് കൈ കുറച്ച് വേദനയാണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അവന് ഓർഡർ ചെയ്ത് കഴിച്ചോളാം, നിങ്ങൾ പോയി കഴിച്ചിട്ട് വാന്ന് പറഞ്ഞിട്ട് നമ്മൾ മാത്രം പോവാട്ടോ ചെയ്തത്. സമയം ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ വല്ലതും കിട്ടുമെന്ന് സംശയിച്ചാൽ പോയത്. പക്ഷേ നമ്മുടെ നാട്ടിലൊരു ഫേമസ് മന്തിക്കടയിൽ പോയി മന്തി കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറേ കാലമായി മന്തി കഴിച്ചിട്ട്. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഒരു ക്രേവിങ് മന്തി കഴിക്കാൻ. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഹെൽത്തി, പക്ഷേ അച്ഛൻ ഇന്ന് തിന്നതിന്റെ തള്ളുന്നു. പിന്നെ ഇല്ലാത്ത ഐറ്റംസ് ഇല്ല. പിന്നെ ഞാനേതായാലും ഒരു ഒറ്റ തള്ള അതല്ല, അവിടെ ഇരുന്നിട്ടേ പിന്നെ വെള്ളം അങ്ങനെ കുടിച്ചു. പിന്നെ ഒരു ലേശം കൂടി വൈകുന്നത്. അപ്പൊ ഇങ്ങനെ തണ്ണിമത്തൻ ജ്യൂസ് അങ്ങനെ കുടിക്കുക. പിന്നെ ഐസ്ക്രീമും മറ്റേ ഇല്ലേ, എന്താ ഒരു ബ്രൗണി അല്ല, ഗുലാബ് ജാമുൻ, കളറില് നല്ല രസമുണ്ട്. ഷുഗറും പ്രഷറും ഇല്ല, കൊളസ്ട്രോള് മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പൊ സമയം പോണ്ടേ നമുക്ക്. പിന്നെ തിന്നട് കുടിച്ചു. ആ കിണ്ടിയിൽ മറ്റേ തിളക്കുന്നുണ്ട്. പിന്നെന്താ എല്ലാടും എന്താ കെറ്റിലാണ് മലയാളം അറിയേ. പിന്നെ കിണ്ടി പറയാ. പിന്നെന്താ ഒരു 5 ഐറ്റം. ഇത് വരും കിണ്ടിയിലെ ചായ കുടിച്ചു പോലും പല കളറുള്ളത്. ഹെർബൽ ടീ ആണ് ഉദ്ദേശിച്ചത്. അച്ഛൻ ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ പോയിട്ട് അവിടെ ഭയങ്കര അടിപൊളിയായിരുന്നു ഫുഡ്. അവിടെ നിന്ന് കഴിച്ച ഗ്രാൻഡ് ഫുഡ്സിന്റെ റിവ്യൂ ആണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ണെടുക്ക്, അല്ല കൈയെടുക്ക്. അച്ഛൻ എന്താണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത് നാട്ടുകാരോട്? എൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് 2 വാക്ക് സംസാരിക്കും. അതെ, വിനോദിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ മകളെ കുറിച്ച് 2 വാക്ക് സംസാരിക്കും. പൊക്കി പറഞ്ഞോളൂ. പൊക്കി പറ എന്നെ കുറിച്ച്. എന്നാ സത്യം പറ, നല്ല കാര്യം മാത്രം പറ. 24 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറയും, 24 വർഷത്തെ ജീവിതത്തിൽ നിങ്ങൾ എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഒന്നും നല്ലത് പറയാനില്ല. ഒന്ന് തീറ്റ നിർത്തിയിട്ട് പറയും മനുഷ്യ, ഒടുക്കത്തെ തീറ്റ തിന്നുന്നത്.
വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛന് ഭയങ്കര ഡിമാൻഡായിരിക്കും. എന്നിട്ട് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അച്ഛൻ വീഡിയോ കാണിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ അസുഖമല്ല, ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഇട്ടപ്പോൾ തുടങ്ങിയ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അച്ഛൻ്റെ എന്തെങ്കിലും ഒരു തലവട്ടം ആ വീഡിയോയിലുണ്ടെങ്കിൽ എന്നെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനൊന്നും സമ്മതിക്കില്ല. എൻ്റെ ഗാലറിയിൽ നിന്ന് അതന്നെ കാണണം, ആ ക്ലിപ്പെങ്കിലും കാണണം. അങ്ങനെ നമ്മൾ ഫുഡ് വന്നു, എല്ലാവരും കൂടെ കഴിച്ചു. ഭയങ്കര റഷൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം സമയം അത്രയും ലേറ്റ് ആയല്ലോ. അങ്ങനെ ഒരു വയസ്സും കൂടെ കൂടി പ്രായമായി വരികയാണ്. അങ്ങനെ ഈ വർഷത്തെ ബർത്ത്ഡേയും ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയി. വലിയ ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. നിങ്ങൾ കണ്ടില്ല എങ്ങനെയാണ് എൻ്റെ ലൈഫ് പോയിക്കൊണ്ടിരുന്നത് രാവിലെ തൊട്ടെന്ന്. ഇതുപോലെയൊക്കെ തന്നെയാണ് ഓൾമോസ്റ്റ് എവറി ഡേ പോകുന്നത്. കേക്ക് കട്ടിങ് എന്നുള്ളൊരു എക്സ്ട്രാ സാധനം മാത്രം വരുന്നുള്ളൂ. പിന്നെ ഇന്ന് അമ്മേൻ്റെ അതൊരു കുട്ടി ഗിഫ്റ്റ് കിട്ടി. അപ്പോൾ പോകുന്നതിന് മുന്നേ തന്നെ നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് സർപ്രൈസ് ആയിട്ട് എനിക്ക് തന്നു. ഗിഫ്റ്റ് ഇൻ ദ സെൻസ് എനിക്ക് ഒരുപാട് ഡ്രസ്സുകൾ എടുത്തു തന്നു. എനിക്ക് ഗിഫ്റ്റ് വേണ്ടാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതായിരുന്നു. ബിക്കോസ് ഞങ്ങളുടെ ആനിവേഴ്സറി ഇതും തമ്മിൽ വലിയ വ്യത്യാസമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചായിരുന്നു നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോവാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റിംഗ് പരിപാടികൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എൻ്റെ അപ്പുക്കുട്ടൻ എനിക്ക് അതൊക്കെ വാങ്ങി തന്നു. അപ്പോൾ പാട്ട് പാടണം എല്ലാവരും. എൻ്റെ 24ാമത്തെ പിറന്നാളിൻ്റെ ജന്മദിന അപ്പം മുറിക്കാൻ പോകും. പാട്ട് പാടിക്കോളൂ കേട്ടോ, കൈ ഓടിക്കണം. ഗായകനാവണ്ട, പാട്ട് പാടിയാൽ മതി. കൈ ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ പാടണം. നിങ്ങളേനൊക്കെ ഞാൻ പാടുന്നതാണ്, അപ്പം എൻ്റെ പാടണം. ഓക്കെ, കൈ അടിക്കാൻ റെഡി അല്ലേ? മുറിക്കട്ടെ? മുറിക്കാണേ, ഫോട്ടോ എടുക്കണം. പിന്നെ ഹാപ്പി ബർത്ത്ഡേ ടു യു. കേക്ക് എങ്ങനെയുണ്ട്? നല്ല കേക്കാ, സൂപ്പറാ. ജോമോന്റെ ഗിഫ്റ്റ് ആണ് കേട്ടാ. അല്ല, അത് കൂടെ പറയണല്ലോ. അപ്പുവിന്റെ ഗിഫ്റ്റ് സർപ്രൈസ് കേക്ക് ആയിരുന്നു. പക്ഷേ 2 മണിക്കൂർ മുന്നേ ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കും. എന്നോട് മേടിക്കാൻ പറഞ്ഞു. മോന് ഓർഡർ ചെയ്തു, മോന് വരുത്തിയതാണ്. എന്താണെങ്കിലും സർപ്രൈസ് ആയിരുന്നു. പക്ഷേ 2 മണിക്കൂർ മുന്നേ അറിയാണ്ട് ഞാനൊന്ന് കണ്ടുപോയി. സർപ്രൈസ്. ഇതാണ് നമ്മുടെ കേക്ക്. ഇതെന്താ കേക്ക് ഇങ്ങനെ ബ്രൈറ്റ്നസ് കൂടിയിട്ട് കേക്ക് വരെ കാണാമല്ലോ. ഇതാ കേക്ക്. അപ്പോൾ നല്ല കേക്കായിരുന്നു. എൻ്റെ ഈ ഒരു ബർത്ത്ഡേ ആഘോഷത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. കേക്ക് തുറച്ചു. ഹലോ, അങ്ങനെ നമ്മുടെ കേക്ക് മുറി കഴിഞ്ഞു, ആഘോഷം കഴിഞ്ഞു. എല്ലാവരും ഒരു സൈഡിൽ നിന്ന് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി രാത്രി ഞങ്ങൾ കുറേ നേരം സൊറയൊക്കെ പറഞ്ഞിട്ട് എപ്പോഴാണ് ഉറങ്ങുകയെന്ന് അറിയില്ല. ഇപ്പം തന്നെ ഓൾറെഡി 12 മണിക്ക് ബർത്ത്ഡേ കഴിയാനാവുമ്പോഴാണ് നമ്മൾ കേക്ക് മുറിക്കുന്നത്. അപ്പോൾ എന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയുള്ളൂ.